Good afternoon. ഞങ്ങളുടെ പ്രോജക്റ്റിൻ്റെ പേര് ബയോളജിക്കൽ ഇങ്ക് ഫോർ പ്രിൻറ്റേഴ്സ് ആൻഡ് വൈറ്റ്നസ്. വി ആർ ഫ്രം സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഞാൻ ഇവരുടെ പ്രോജക്റ്റ് ഗൈഡാണ്, മേഘ പി എം. ദേ ആർ മൈ സ്റ്റുഡൻസ്. ഐ എം നീനു ടോം. ഗോപിക. ഐ എം രോതിഷ്. ഈ പ്രോജക്റ്റ് ഞങ്ങൾ ഒരു മനോരമയിൽ തന്നെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഈ വൈറ്റ്നറിൻ്റെ സോൾവെൻ്റ് നമ്മൾ ഇപ്പോഴത്തെ യങ് ജനറേഷൻ ഒരുപാട് ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഞങ്ങളിങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ചിന്തിച്ചത്. അപ്പോൾ ഇതിൽ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ പ്രിൻ്റർ ഇങ്കിലും വൈറ്റ്നേഴ്സിലും ഒരുപാട് കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസ് കുറേ എണ്ണം കാർസിനോജനിക്കാണ്. പിന്നെ അതുപോലെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കെമിക്കൽസാണ്. അപ്പോൾ ആ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ അതേ ക്വാളിറ്റിയുള്ള ഒരു ഇങ്ക് അത് പ്രിൻ്ററിൽ യൂസ് ചെയ്യാം. അതുപോലെ ജിഞ്ചറിൽ നിന്ന് വരുന്ന ഒരു വൈറ്റ്നറാണ് ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണത്. പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റുഡൻസിൽ എക്സ്പ്ലെയിൻ. നമ്മളെപ്പോഴും കേൾക്കും ഓയിലി ഫുഡ്സ് ഒന്നും ന്യൂസ് പേപ്പർ കൊണ്ട് കവർ ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ ആരൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ കൂടുതൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അതിൻ്റെ കാരണം ഈ ന്യൂസ് പേപ്പറിലെ ഇങ്ക് സ്പ്രെഡായിട്ട് ഫുഡിൽ വന്നിട്ട് ഫുഡിൽ പറ്റിപ്പിടിച്ച് പിന്നെ നമ്മുടെ കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ വന്ന് കുറേ സ്റ്റൊമക്ക് ഡിസോർഡേഴ്സ്, കുറേ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. അപ്പം അങ്ങനെ ചിന്തിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പം ഞങ്ങൾക്ക് മനസ്സിലായി പ്രിൻ്റർ ഇങ്കിൻ്റെ കാർട്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാക്കേജ് ഓഫ് കെമിക്കൽസ് തന്നെയാണ്, ഫുൾ കെമിക്കലാണ്. പിന്നെയുണ്ട് കുറേ കാര്യങ്ങൾ. ഈ പ്രിൻ്ററിങ്ങിൻ്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന ഫാക്ടറിയിലെ വർക്കേഴ്സിന് ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ്, സ്കിൻ ഇറിറ്റേഷൻസ്, ആസ്മ, അങ്ങനെ കുറേ പ്രോബ്ലംസ്. പിന്നെ ഭയങ്കര വില ഇതിൻ്റെ. അങ്ങനെ ഞങ്ങൾ ചിന്തിച്ച് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി പണ്ടത്തെ ആൾക്കാരൊക്കെ ഈ ചെമ്പരത്തിപ്പൂവൊക്കെ പേപ്പറിൽ ഒരിച്ചൊരു കളറൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് ഞങ്ങളൊന്ന് മോഡിഫൈ ചെയ്ത് നോക്കിയപ്പം നമ്മൾ കുറേ സോൾവൻ്റായിട്ട് ഇത് നോക്കിയപ്പോൾ ഒത്തിരി കളറ് ഈ പൂവിന് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളങ്ങനെ എത്തനോൾ വഴിയിട്ടാണ് ഈ പൂവിൽ നിന്ന് കളർ എക്സ്ട്രാക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. എത്തനോൾ എന്ന് പറഞ്ഞാലും അതൊരു കെമിക്കലാണ്. അതിന് പകരമായിട്ട് ഞങ്ങൾ ഒരു ബയോളജിക്കലി ഒരു എത്തനോൾ പ്രിപ്പയർ ചെയ്തു. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തത് വാട്ടർ ഹയസിൻ്റ് എന്നൊരു പ്ലാന്റാണ്. വാട്ടർ ഹയസിൻ്റ് നമ്മുടെ സാധാരണ പോള, ഒരു ഉപകാരവും ഇല്ലാതെ കുളവാഴ, ഒരു ഉപകാരവും ഇല്ലാതെ ഇങ്ങനെ എക്കണോമിക്കലി ഒരു യൂസും ഇല്ലാതെ നടക്കുന്നൊരു സാധനം, നമുക്ക് ഡിസ്റ്റർബൻസ് ആകുന്നൊരു സാധനം. അപ്പം അത് വഴിയിട്ട് ഞങ്ങൾ ബയോ എത്തനോൾ എന്ന ഇത് പ്രൊഡ്യൂസ് ചെയ്തു. ഈ ബയോ എത്തനോൾ വഴിയിട്ടാണ് ഞങ്ങൾ ഈ ഇങ്ക് ഹിബിസ്കസ് ഫ്ലവറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തത്. ഈ ഇങ്ക് നമ്മൾ ബയോ എത്തനോളിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഇത്തിരി പ്രോസസ്സിങ് ചെയ്യണം. ഈ എത്തനോൾ നമ്മൾക്ക് വീണ്ടും സിമ്പിൾ ഡിസ്റ്റിലേഷൻ വഴി എത്തനോൾ എടുത്തിട്ട് അത് റീയൂസ് ചെയ്യാനും പറ്റും. പിന്നെ നമ്മൾക്ക് കിട്ടുന്ന ഇങ്ക് ഇത്തിരി പാർട്ടിക്കുലേറ്റ് മാറ്റർ ഉണ്ടാവും. പിന്നെ നമ്മളുടെ ഇപ്പോൾ കാർട്രിഡ്ജിലുള്ള മഷി ഇത്തിരി കട്ടിയാണ്. നമ്മുടെ ബോൾ പോയിൻറ്റ് പെന്നിലത്തെ മഷീൻ്റെ വിസ്കോസിറ്റി ഉണ്ട് അതിന്. അപ്പോൾ അതിൻ്റെ ഈ നമ്മളുടെ ഇങ്കിൻ്റെ വിസ്കോസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യും, അതുമാതിരി വിനെഗർ ആഡ് ചെയ്യും, കുറേ പ്രോസസ്സിങ് ചെയ്യും. പ്രോസസ്സിങ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ നോർമൽ കാർട്രിഡ്ജിൽ ഇപ്പോൾ വീട്ടിലുള്ള പ്രിൻ്ററിൽ തന്നെ ഇൻജെക്ട് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. പിന്നെ അടുത്ത പ്രോഡക്റ്റ് ഈ ഞങ്ങൾ ഈ പ്രിൻ്ററിൽ ഉപയോഗിക്കുന്ന ഇങ്ക് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി കോസ്റ്റ് ഫ്രീ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു തരി കാശ് പോലും ഇതിനു വേണ്ടി സ്പെഷ്യലായി ചിലവാക്കിയിട്ടില്ല. ഞാൻ ഈ ഹൈബിസ്കസ് എന്ന് പറഞ്ഞ ഫ്ലവർ നമുക്ക് സീസണൽ അല്ലാത്തതുകൊണ്ട് എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്ലവറാണ്. അപ്പോൾ ഈ ഹൈബിസ്കസിൻ്റെ റെഡ് പിഗ്മെൻ്റാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. എത്തനോൾ ഉപയോഗിച്ചു നമ്മൾ ഈ കാട്രിഡ്ജിലോട്ട് കയറ്റുന്നതിന് മുന്നേ കുറേ പ്രോസസ്സിങ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് മുന്നേ തിക്കനേഴ്സൊക്കെ ആഡ് ചെയ്യണം. ഇത് കിട്ടുമ്പോൾ വളരെ ഡൈല്യൂട്ട് ഫോമിലായിരിക്കും. അത് പിന്നെ തിക്കനേഴ്സും ആഡ് ചെയ്യും. പിന്നെ എത്തനോൾ അതിലുള്ള കണ്ടൻറ്റ് കുറച്ച് കളയും വേണം. അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കളയാൻ പറ്റും സിമ്പിൾ ഡിസ്റ്റിലേഷൻ വെച്ചിട്ട്. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വൈറ്റിംഗ് ആണ്. വൈറ്റിംഗ് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജിഞ്ചറിൽ നിന്നാണ്. ഈ പ്രിൻ്റർ ഇങ്ക് ഉണ്ടാക്കിയ പോലെ വൈറ്റ് കളർ ഇങ്ക് വൈറ്റ് ഫ്ലവേഴ്സിൽ നിന്ന് കിട്ടുമെന്നായിരുന്നു ആദ്യം പ്രതീക്ഷ. പക്ഷേ വൈറ്റ് ഫ്ലവറിൽ നിന്ന് നമുക്ക് കിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ വൈറ്റ് ഫ്ലവേഴ്സിൽ പിഗ്മെൻ്റ് ഇല്ല. അപ്പോൾ നമ്മൾ അതിന് പകരം യൂസ് ചെയ്തത് ജിഞ്ചറാണ്, ഇഞ്ചി. നമ്മൾ കിച്ചണിലൊക്കെ എല്ലാവരും കാണാം, കുറച്ച് നേരം ഇഞ്ചി അരച്ച് സെറ്റിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് കളർ പൗഡർ ഫോം ചെയ്യും. ആ പൗഡറാണ് പിന്നെ ഞങ്ങളിതിന് ബേസായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ പൗഡർ ഞങ്ങൾ ഒരു കോൺസ്റ്റാർച്ച് കൂടെയാണ് മിക്സ് ചെയ്യുന്നത്. അത് ഒരു
സ്ലറി പോലൊരു ഇത് ഫോം ചെയ്യുക. അതാണ് ഞങ്ങൾ പിന്നെ പ്രോസസ്സിങ് ചെയ്തിട്ടാണ് വൈറ്റിംഗ് ഉണ്ടാക്കിയിട്ടുള്ളത്. വൈറ്റിങ്ങിന് സെറ്റിലിംഗ് ടൈമൊക്കെ കുറച്ച് കുറവാണെങ്കിലും വലിയ യൂസ്ഫുൾ. അപ്പോൾ ഈ എൻവയോൺമെൻറ്റിൽ തന്നെ ഒരുപാട് ഇഫക്ട്സ് ഉള്ള കുളവാഴയും അതുപോലെ ചെമ്പരത്തിപ്പൂവൊക്കെയാണ് ഞങ്ങൾ ഇതിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. കുളവാഴ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു വേസ്റ്റ് മെറ്റീരിയൽ, അതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വാട്ടർ പൊല്യൂഷനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഇങ്ക് ഇനിയും ഡെവലപ്പ് ചെയ്ത് ഇത് മനോരമയ്ക്ക് തന്നെ പ്രിൻറ്റിങ്ങിന് തരണം എന്നാണ് ഞങ്ങളുടെ ഒരു അംബീഷൻ. ആ പ്രിൻറ്റർ ഇങ്ക് മാറ്റി ഈ പ്രിൻറ്റർ ഇങ്ക് യൂസ് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ അംബീഷൻ. അപ്പോൾ അതിനായിട്ട് ഇനിയും ഫർദർ ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഓൾ.